അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ തിരുവചന പഠനത്തിനായിട്ട് സംഗമിച്ചിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. 2025 നവംബർ മാസം 2024 നവംബർ മാസം 28 രാത്രി കർത്താവ് എന്നെ ഒരു സ്വപ്നം കാണിച്ചു. ഈ വർഷം ഒരു ഗ്ലോറിയസ് ഇയർ ആയിരിക്കുമെന്ന്. ചർച്ചിനകത്ത് ഞാനത് പറഞ്ഞിരുന്നു. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ സൂം മീറ്റിംഗ് മാത്രമായിട്ട് നടത്തുന്ന മീറ്റിംഗ് ആകിയാൽ ഇന്ന് രാത്രി നടക്കുന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഞാൻ അങ്ങനെ ഒരു ഗ്ലോറിയസ് ഇയർ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇത് വെറും ഒരു ആഗ്രഹത്തിൽ നിന്ന് ഞാൻ പറയുന്നതല്ല, കർത്താവ് കാണിച്ചതാണ്. രണ്ടും രണ്ടാണ്. ആഗ്രഹത്തിൽ പറയാം, ആശംസിക്കാം. നമ്മൾ കല്യാണത്തിനൊക്കെ എത്രയോ പേരെ ആശംസിക്കുന്നു, ഈ കുടുംബം അങ്ങനെയാകട്ടെ ഇങ്ങനെ. നമ്മുടെ അകത്ത് വരുന്ന നിയോഗത്തിനകത്ത് നമ്മൾ ആശംസിക്കും. ആശംസകളെല്ലാം നടന്നുകൊള്ളണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതങ്ങൾ ദൈവാത്മ കാണിച്ചത് ഉറപ്പോടെ നടന്നിരിക്കും. അതുകൊണ്ട് വിശ്വസിക്കുക. ഈ വർഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്ലോറിയസ് ഇയർ ആക്കി മാറ്റട്ടെ. അതിൻ്റെ അനുഭവങ്ങൾ ദൈവാത്മ തുറക്കും, യാതൊരു സംശയവുമില്ല. സാധാരണഗതിയിൽ വേദപഠിതാക്കൾ തിരുവചന പഠന പരമ്പരകളിൽ നമ്മൾ അധികം സമയമെടുത്ത് പഠിക്കാത്തതും എന്നാൽ നമ്മുടെ പിതാക്കന്മാർ സമയമെടുത്ത് പഠിച്ചിരുന്നതുമായ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എബ്രായ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എബ്രായ ലേഖനത്തിനകത്ത് നമ്മൾ രാജകീയ പൗരോഹിത്യം എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമ്മുടെ ഈ സൂമിനകത്തുള്ള പ്രത്യേകത, നമ്മൾ ദൈവവചന പഠനത്തിനാണ് ആദ്യം പ്രഥമമായ പ്രാധാന്യത നൽകുന്നത്. അത് പഠിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ തുറക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. അല്ല, ഒരു തലമുറ കർത്താവിന് വേണ്ടി വിശുദ്ധരും വിശ്വസ്തരും നീതിമാന്മാരും നിഷ്കളങ്കരും ദൈവഹിതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരായി വളരുന്ന ഒരു വളർച്ച നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവത് തുറക്കുവാനിടയായി തീരും. ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കൈക്കകത്ത് വിശുദ്ധ വേദപുസ്തകമുണ്ടല്ലോ. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ ഞാൻ ചിന്തിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരാണ്, വിശ്വാസികളാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈക്കകത്തിരിക്കുന്ന ബൈബിളിനകത്തുള്ള എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലെ എത്ര വാക്യങ്ങളുടെ അടിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ട്? ഇപ്പോൾ വരയ്ക്കരുത്, ഇപ്പോൾ എല്ലാ വാക്യത്തിൻ്റെ അടി വരയ്ക്കരുത്. എബ്രായ ലേഖനത്തിലെ 28 വാക്യങ്ങളിൽ എത്ര വാക്യങ്ങളുടെ അടിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ട്? ബൈബിളിനകത്ത് ബൈബിളുള്ളവരുണ്ടെങ്കിൽ എടുത്ത് നോക്കിയേ. ബൈബിളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കിയേ. 2 പേജല്ലേ ഉള്ളൂ, മറക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ വരയ്ക്കരുത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലെ എത്ര വാക്യങ്ങളുടെ അടിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ട് എന്ന് ഒന്ന് മറിച്ച് നോക്കി. മറിക്കാനൊന്നുമില്ല പാസ്റ്ററെ, ഒറ്റ വാക്യത്തിൻ്റെ അടി പോലും ഞാൻ വരച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങളില്ല. ഞാൻ ചോദിക്കുന്നു, 10 വാക്യങ്ങളുടെ അടി വരച്ച ആരെങ്കിലും ഉണ്ടോ? 10 വാക്യങ്ങളുടെ അടിയിൽ വരച്ചിട്ടുള്ളവരെ? 10 കൂടുതൽ വരച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, 10 കൂടുതൽ വരച്ചിട്ടുണ്ടോ? അതെ, ഞാൻ ഒന്നും കൂടെ കയറ്റി പിടിക്കുക. 15 വരച്ചിട്ടുണ്ടോ? 15 ഞാൻ വരച്ചിട്ടുണ്ട്. 11 എന്റെ ഇതിൽ ഫുള്ള് വരെയാ. ഞാൻ വരച്ചിട്ടുണ്ട് 11. കർത്താവേ, അപ്പൊ ഞാൻ പെട്ടു. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരും ഇതിനകത്ത് വരച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ മെച്ചമുണ്ട്. അപ്പൊ പൗരോഹിത്യം, രാജകീയ പൗരോഹിത്യം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ റോമാലേഖനം പോലെ എബ്രായ ലേഖനം അകത്ത് കയറാൻ തുടങ്ങി. അപ്പൊ ഇനി ഞാൻ അതിനകത്തൊരു ഒന്നും വരയ്ക്കാത്തൊരു, ഇനി പറയണ്ട, അത് പറഞ്ഞൊരു മോശമുള്ള കാര്യമല്ലേ. ഇനി ആരും വരയ്ക്കരുത് കേട്ടോ, അത് പറയാൻ വേണ്ടി വരയ്ക്കരുത്. എബ്രായ ലേഖനം 7-ാം അധ്യായം ബൈബിളിനകത്തുള്ള അല്പം കട്ടിയേറിയ വചനം തുറക്കുന്ന, മിനിസ്ട്രി തുറക്കുന്ന അല്ലെങ്കിൽ തലങ്ങൾ തുറക്കുന്ന ഒരധ്യായമാണ്. 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, പൗലോസ് തന്നെ പറഞ്ഞു, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട പ്രായമായി. പക്ഷെ ഇപ്പോഴും ആരാണ്? ഇപ്പോഴും ദൈവത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കിടക്കുകയാണ്. നിങ്ങൾക്ക് പാല് മതി, വചനത്തിനകത്തുള്ള നീതിയുടെ വചനം നിങ്ങൾക്ക് ആവശ്യമില്ല. എവിടെ പൗലോസ് പറയും, ഇതിനെക്കുറിച്ച് കുറേ എനിക്ക് പറയാനുണ്ട്, പക്ഷേ പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യമുള്ളവരാണ്. അതിൻ്റെ അർത്ഥം എന്താ? കേൾപ്പാൻ മാന്യമുള്ളവരെന്ന് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവർ കേട്ടാൽ ഇവരകത്ത് കയറിയാല, ചെവി കയറിയാലെന്നല്ല. നമ്മൾ ആൾക്കാർ പറഞ്ഞു ഒരു ചെവികട കേട്ട് മറ്റേ ചെവികട കളയും, അങ്ങനെയൊന്നുമല്ല. അതൊന്നുമല്ല പൗലോസ് ഉദ്ദേശിച്ചത്. മനസ്സിലാകുന്നില്ല. വളർച്ചയുടെയും ഉയർച്ചയുടെയും തിരുവചന സൂക്തങ്ങൾ ഇവരകത്ത് കയറുന്നില്ല.
എന്നിട്ട് പൗലോസ് എല്ലാം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പൗലോസ് കുറച്ച് കാര്യം പറഞ്ഞു വരികയാണ്. അതിനകത്ത് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് രണ്ടുവിധ പൗരോഹിത്യങ്ങൾ, അല്ലെങ്കിൽ 5-ാം അധ്യായം മുതൽ 5-ാം അധ്യായം തൊട്ട് വായിച്ചു വരുമ്പോൾ അഹരോന്യ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന് വഴിമാറുന്നത് പൗലോസ് ഈ അധ്യായത്തിൽ ശരിക്ക് അടുക്കിന് കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വരണം കേട്ടോ. ഈ മൽക്കീസദേക്ക് എന്നൊന്ന് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ലീവ് ചെയ്ത് പോകരുത്. കടം മാറ്റും, രോഗം മാറ്റും, അത്ഭുതം നൽകും, ഉയർച്ച നൽകും, വളർച്ച നൽകും മാത്രം കേട്ട് അല്പം കട്ടിയായതൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ലീവായി പോകുന്നവരുണ്ട്. എനിക്ക് നിങ്ങളെ ഓർത്ത് പറയാനുള്ളത് അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ വചനത്തിനകത്ത് ക്രിസ്തുവിലൂടെ തുറക്കുന്ന എന്താന്ന് കാണുകയാണ്. സഹിഷ്ണുതയോടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളിത് കേൾക്കുന്നത് നല്ലതാണ്. ഇനി വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് പേര് എൻ്റെ മുമ്പിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്താ പറയുക അല്ലാതെയും കേട്ടാൽ കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ കേൾക്കണം. മറ്റു കാര്യങ്ങളൊന്നും കണ്ടുകൊണ്ട് കേൾക്കരുത്. വീട്ടിൽ ഒരു ഭാഗത്ത് TV വെച്ചേക്കുക, മറുഭാഗത്ത് ഇത് കേൾക്കുക, ഒരു ഭാഗത്ത് സീരിയൽ വെച്ചേക്കുക, മറുഭാഗത്ത് ഇത് കേൾക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് കേൾക്കരുത്. അങ്ങനെ കേൾക്കാനുള്ളതല്ല ഇത്. ദയവ് ഇത് ലീവ് ചെയ്ത് നിങ്ങൾ പോയി സീരിയൽ കാണുക. നല്ല കാര്യം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സീരിയലിൽ കൂടെ കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടും കൂടെ നിങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നില്ല, പെട്ടെന്ന് വീട്ടിലൊരു അത്യാവശ്യ കാര്യം, ഒരു ഗസ്റ്റ് വന്നു, അടുക്കളയിൽ ഇച്ചിരി ജോലിയുണ്ട്, എന്നാൽ വീട്ടിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗസ്റ്റ് കയറി വന്നു, നിങ്ങൾക്ക് ചില മിനിറ്റുകൾ അവരോട് അപ്പോഴും നിങ്ങൾക്ക് വചനം കേൾക്കണം. അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഇത് കേൾക്കണം. അങ്ങനെയാണെങ്കിലൊക്കെ ഞാൻ അതിന് അനുകൂലം പറയാം. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങളിത് അങ്ങനെ ചെയ്യരുതെന്നുള്ള കാര്യം ഓർപ്പിക്കുക. ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് യേശുക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രഥമമായ ക്ലാസ് അതായിരുന്നു. എനിക്ക് തോന്നുന്നു 2, 3, 4 സെക്ഷൻ ഞാൻ കിങ്ഷിപ്പ് പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ച്, കിങ്ലി ആ വാക്ക് ഞാൻ വിട്ടുപോയി, കിങ്ലി ഹൈ പ്രീസ്റ്റിനെ കുറിച്ച്, രാജകീയ മഹാപുരോഹിതനെ കുറിച്ച് നമ്മൾ ഡിസംബർ മാസം 11-ാം തീയതി വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കേട്ടിരുന്നു. നിങ്ങൾക്ക് ആ പഴയ ക്ലാസ്സുകൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ലിനി മേഡത്തെ സമീപിച്ചാൽ ആ ലിനി മേഡം ചിലപ്പോൾ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡാണ്, ക്ലാസ്സുകളുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് അയച്ചു കൊടുക്കേണ്ട, 3-4 കൊടുത്താൽ മതി. അത് കേട്ടവർക്ക് മാത്രം അടുത്ത് കൊടുത്താൽ മതി. ഇത് വെറുതെ നമ്മൾ കുറേ വന്നാൽ അത് കേൾക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നവ യേശുക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ ദൈവിക പൗരോഹിത്യം. അവൻ രാജാവാണ്, അപ്പോൾ തന്നെ അവൻ പുരോഹിതനാണ്. 2 ഓഫീസുകൾ അവൻ്റെ അകത്ത് സംഗമിച്ചിരിക്കുകയാണ്. രാജകീയ പുരോഹിതനാണ് നമ്മുടെ കർത്താവ്. സാധാരണഗതിയിൽ ക്രിസ്ത്യാനികളുടെ കുഴപ്പം അവര് ഈ പൗരോഹിത്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. അവർ യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു വരുമ്പോൾ പോകാനിരിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ലേഖനങ്ങൾ നിങ്ങൾ സസൂക്ഷ്മമായി പഠിച്ചാൽ നമ്മെ ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന വളർച്ചകളോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഓഫീസുകളിലുള്ള കൈമാറ്റങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ആ വാക്യം മനപ്പാടം അറിയാം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം ആ വാക്യം മനപ്പാടം. പക്ഷേ ആ വാക്യത്തിൻ്റെ അർത്ഥം 1% പോലും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും ഞാനത് ആരാഞ്ഞു പഠിച്ചു വരികയാണ്. പൂർണ്ണതയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ ദൈവാത്മാവ് ഇപ്പോൾ അല്പം തുറന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അകത്ത് തുറന്നിരിക്കുന്ന 2 ഓഫീസുകൾ, 2 പൊസിഷനുകൾ. 1 നമ്മൾ രാജാക്കന്മാരാണ്, 2 നമ്മൾ പുരോഹിതന്മാരാണ്. യേശുക്രിസ്തു ഇപ്പോൾ അവൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത് അവൻ മഹാപുരോഹിതനാണ്. അവൻ മഹാപുരോഹിതനാണ്. ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഇനി നിങ്ങൾ ഈ അധ്യായം, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവസഭയ്ക്കകത്ത് വന്ന വിശ്വാസികൾ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതായപ്പോൾ, അവരെ കുടുംബങ്ങളിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ പോയപ്പോൾ, അവർ ആദ്യം കണ്ട അത്ഭുതങ്ങൾ അവരെ വീട്ടിൽ പിന്നെ മടക്കാതെ പോയപ്പോൾ, അവർ ആഗ്രഹിച്ച പോലെ സാമ്പത്തിക മറ്റ് മേഖലകളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതെ പോയപ്പോൾ, പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടികൾ കിട്ടാതെ പോയപ്പോൾ അവർ പുറകിലേക്ക് പോകാൻ, പഴയ മതമാണോ, പഴയ ആലയമാണോ, ആലയത്തിലെ പൗരോഹിത്യമാണോ, പഴയതിനകത്തുള്ള പഴയതുകളാണോ വലുതെന്ന് ചിന്തിച്ച്
പിന്മാറാൻ നിൽക്കുന്നവരെ പൗലോസ് ദൂത് പറഞ്ഞല്ല ഉറപ്പിച്ചത്. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കൊരു പിന്മാറ്റം വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ദൂത് പറയുന്ന പ്രവാചകന്മാരെയാണ്. ദൈവാത്മാവ് ആദ്യ കാലഘട്ടത്തിൽ നന്നായിട്ട് പ്രവചനം സൂക്ഷിച്ച് ചെയ്യാനായിട്ട് എനിക്ക് കൃപ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനേക്കാൾ കൂടുതൽ വേടിനകത്താണ് ഫോക്കസ് ചെയ്യുന്നത്. ചില സമയത്ത് ദൈവാത്മാവ് സംസാരിക്കാറുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രവചനം എന്നുള്ള ദൈവിക വരം ഉപയോഗിച്ചാൽ ഒരു വ്യക്തി ചില മിനിറ്റുകൾക്കോ ചില ആഴ്ചകൾക്കോ ചില മാസങ്ങൾക്കോ അവൻ ദൈവസന്നിധിയിൽ ദൈവത്തിലേക്ക് തിരിച്ചു വരാം, നിലനിൽക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ സനാതന സത്യം ഒരു വ്യക്തിയുടെ അകത്ത് കയറിയാൽ നിത്യതയോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായി അവൻ ദൈവത്താൽ വളർച്ച പ്രാപിക്കാൻ തുടങ്ങും. അവൻ ആത്മതലങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. അവൻ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരുന്ന അനുഭവിക്കാൻ തുടങ്ങും. എല്ലാറ്റിനു മുമ്പിലും അവൻ ഉറപ്പോടെ പിടിച്ചു നിൽക്കാൻ തുടങ്ങും. ധൈര്യത്തോടെ സകലവിനെയും അവൻ ജയിച്ച് ജയാളിയായി മാറാൻ തുടങ്ങും. അപ്പോൾ ജയാളിയായ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവേ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മുട്ടുകുത്താൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളെ ക്രിസ്തു വെളിപ്പാടിൽ പണിയാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ പദം ഒന്നും കൂടെ പറയാം. നാം എല്ലാം കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്, നാം എല്ലാം കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്. ഈ സാഹചര്യങ്ങളുടെ നടുവിൽ, ഈ അവസ്ഥകളുടെ നടുവിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മുട്ടുകുത്താൻ തുടങ്ങിയാൽ നമ്മെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവല്ല, മറിച്ച് നമ്മെ ക്രിസ്തു വെളിപ്പാടിൽ ദൈവഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് പ്രകൃത്യാതീതമായി ഗ്ലോറിയസ് റിലത്തിൽ നിന്ന് ഉപയോഗിക്കുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഒരാമേൻ കരമുയർത്തി പറയാൻ തോന്നുന്നെങ്കിൽ ഒരാമേൻ കർത്താവിനോട് പറഞ്ഞാട്ടെ. ഇത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന സീസണുകളായി ദൈവാത്മാവ് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ പൗലോസ് ഈ ജനം പിന്മാറിപ്പോകാനിരിക്കുന്ന ഈ ജനത്തെ പൗലോസ് ക്രിസ്തുവിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ടോ, പിന്മാറ്റത്തിന്റെ അകത്ത് ആരെങ്കിലും അകത്ത് ജീവിതത്തിൽ തലമുറകളെ കുറിച്ച്, ജോലിയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഭർത്താക്കന്മാരെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും അവസ്ഥകൾ നിമിത്തം നിങ്ങൾ തളരുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്കും അല്ല കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന മഹാപൗരോഹിത്യത്തിലേക്കും ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ദൈവാത്മാവിൽ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സകല വിഷയങ്ങളുടെയും മറുപടി പരിശുദ്ധാത്മാവ് അവിടെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ഒരാമേൻ ഒന്ന് സന്തോഷത്തോടെ പറയാമെങ്കിൽ പറഞ്ഞോ. ഒരു 30 സെക്കൻഡ് അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. റക്കാന, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കത് തെളിച്ചു വരണമേ, ഞങ്ങൾക്കത് തെളിയിച്ചു വരണമേ. ഒന്ന് പ്രാർത്ഥിച്ചോ. ഷഖറബാനബ ശംബൽ ഘടകബന. അങ്ങനത്തെ ഒരു വളർച്ച ഞങ്ങൾ അനുഭവിക്കുന്ന വർഷമായി, അങ്ങനത്തെ ഒരു ഉയർച്ച ഞങ്ങൾ അനുഭവിക്കുന്ന വർഷമായി ഈ വർഷത്തെ മാറ്റണമേ എന്ന് 1 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് തുറക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ആ തിരുവചനത്തിനകത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. യേശു ക്രിസ്തുവിൽ ഇപ്പോൾ അന്തർലീനമായിരിക്കുന്ന, അടങ്ങിയിരിക്കുന്ന 2 തലത്തിലുള്ള പൗരോഹിത്യം, അല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്ന 2 മേഖലകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, അവൻ രാജകീയ മഹാപുരോഹിതനാണ്, കിങ്ലി ഹൈ പ്രീസ്റ്റാണ്. അവൻ കിങ്ലി ഹൈ പ്രീസ്റ്റാണ്. ഞാനത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുമ്പിൽ എടുത്തിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഭാഗം ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇന്നു മുതൽ നമ്മൾ തൊടുന്ന ഭാഗം അവൻ ഡിവൈൻ ഹൈ പ്രീസ്റ്റാണ്. അവൻ ഡിവൈൻ ഹൈ പ്രീസ്റ്റാണ്. നമ്മുടെ കർത്താവ് ഡിവൈൻ ഹൈ പ്രീസ്റ്റാണ്. ഇത് രണ്ടും കൂടെ സംയോജിപ്പിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാജത്വവും പൗരോഹിത്യവും മനുഷ്യത്വവും ദൈവത്വവും സംയോജിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. ഇനി നമുക്ക് ഈ പഠനത്തിന്റെ സൗകര്യാർത്ഥം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് മൽക്കീസദേക്ക് എന്നാണ്. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം ഞാൻ ആദ്യ സെക്ഷനുകളിൽ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു. മൽക്കീസദേക്ക് ആരാണ്? അവൻ നീതിയുടെ രാജാവാണ്. ഒന്നെടുത്ത് നിങ്ങൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് വന്നേ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ച് സഹായിക്കാൻ പറ്റുന്നവര്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. ഇവിടെ നോക്കൂ. മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഈ വ്യക്തിയെ കുറിച്ച്, അതായത് ഉൽപ്പത്തി 14 പറയുന്ന മൽക്കീസദേക്ക്, ശ്രദ്ധിച്ചു കൂടെ വരണം കേട്ടോ. ഇച്ചിരി തിരുവചനം നിങ്ങളുടെ അകത്ത് കയറണം. ഉൽപ്പത്തി 14, സങ്കീർത്തനം 110,
എബ്രായ ലേഖനം 7-ാം അധ്യായം 3 വേദഭാഗങ്ങൾ ചേർത്താണ് മൽക്കീസദേക്കിനെ പരിശുദ്ധാത്മാവ് നമ്മെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്നത്. മൽക്കീസദേക്ക് ആരാണ്? അവൻ രാജാവുമാണ്, അവൻ പുരോഹിതനുമാണ്. കണ്ടോ, 7-ാം അധ്യായം. അവൻ ശാലോം രാജാവാണ്, അവൻ നീതിയുടെ രാജാവാണ്. കണ്ടോ, അവിടെയുണ്ട്. അവന് ശാലോം രാജാവ് വെച്ചു സമാധാനത്തിന്റെ രാജാവ് എന്നർത്ഥം. മൽക്കീസദേക്ക് അവൻ നീതിയുടെ രാജാവാണ്. അപ്പോൾ മൽക്കീസദേക്ക് ആരാണ്? അവൻ നീതിയുടെ രാജാവാണ്, അവൻ സമാധാനത്തിന്റെ രാജാവാണ്. ഇനി അവൻ ആരാണ്? അവൻ മഹാപുരോഹിതനും കൂടിയാണ്. അവൻ ആരാണ്? അവൻ മഹാപുരോഹിതനും കൂടിയാണ്. അപ്പൊ പൗരോഹിത്യവും രാജത്വവും യേശു ക്രിസ്തുവിൽ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. ഇത് മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞ വേദഭാഗങ്ങൾ ഉൽപ്പത്തി 14 എടുത്തുദ്ധരിച്ചുമാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. ഉൽപ്പത്തി 14 വിഷയം എന്താണ്? ലോത്തിന്റെ, അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തിന്റെ സമ്പത്തിനെയും ജാതീയ രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ 318 അഭ്യാസികളുമായി പോയി അവനെ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്ന അബ്രഹാമിന്റെ അടുക്കിലേക്ക് മൽക്കീസദേക്ക് ഇറങ്ങി വരികയാണ്. നോക്കി, ആ സമയത്ത് അവിടുത്തെ അവസ്ഥ എന്താണ്? നീതിയില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, യുദ്ധങ്ങൾ മാത്രം നടക്കുന്ന അവസ്ഥ. ആരാണ് അബ്രഹാം? ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടവൻ. ദൈവശബ്ദത്തിന്റെ വാക്ക് കേട്ട് ദൈവിക വാക്തത്വങ്ങളിലേക്ക് യാത്ര തിരിച്ച അബ്രഹാമിന്റെ കുടുംബത്തിൽ, അബ്രഹാമിന്റെ സഹോദരപുത്രന്റെ കുടുംബത്തിൽ ഇപ്പോൾ സമാധാനമില്ല, ഇപ്പോൾ സ്വസ്ഥതയില്ല. ഇപ്പോൾ ആര് വന്ന് അവരെ കൊണ്ടുപോവുകയാണ്? അവരെ ആ സഹോദരപുത്രൻ ലോത്തിന്റെ മന്മ ജാതീയ രാജാക്കന്മാർ വന്ന് കൊണ്ടുപോയിരിക്കുന്നു. സംഭവം അതിനെ തിരിച്ചു പിടിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണ്? അവൻ നീതിയുടെ രാജാവാണ്, അവൻ സമാധാനത്തിന്റെ രാജാവാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇപ്പോൾ ദൈവിക മഹാപുരോഹിതനായി, രാജകീയ മഹാപുരോഹിതനായി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ശുശ്രൂഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമുള്ളത് അടുക്കിനടുത്തതാണ്. അവൻ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾ അവനുമായി കണക്റ്റഡ് ആയാൽ, ഞാൻ അതൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ ആത്മാവിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും സെക്ഷനിൽ നമുക്ക് ആ ഭാഗം വീണ്ടും ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ആത്മാവിൽ അവൻ കണക്റ്റഡ് ആയാൽ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ ദൈവിക കൃപാസനുമായി കണക്റ്റഡ് ആയാൽ, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എത്ര വലിയ പ്രതിസന്ധി നടന്നാലും നിങ്ങളിൽ ദൈവിക സമാധാനം വാഴാൻ തുടങ്ങും. കാരണം അവൻ സമാധാനത്തിന്റെ രാജാവാണ്, അവൻ നീതിയുടെ രാജാവാണ്. ചിലരോട് പറയാനുണ്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ തലമുറയുടെ മേൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിന് മേൽ, ഞങ്ങളുടെ സമ്പത്തിന്റെ മേൽ, ഞങ്ങളുടെ ജോലിയുടെ മേൽ, ഞങ്ങളുടെ ബിസിനസ്സിന്റെ മേൽ ദൈവിക നീതി വെളിപ്പെടുന്നില്ല. പലരും ഞങ്ങളെ ചതിക്കുന്നു, പല നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, നഷ്ടങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത്, കഷ്ടങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത്, അനീതി നിറഞ്ഞ ഈ ലോകത്ത്, ചതിയന്മാർ ഒന്നിനു പറയുന്ന ചതിക്കുന്ന ഈ ലോകത്ത് നീ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ, ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ മേൽ തുറക്കാൻ തുടങ്ങിയാൽ, നിന്റെ കുടുംബത്തിൽ ദൈവിക സമാധാനം നിറയാൻ തുടങ്ങും. അവനാണ് നമ്മുടെ സമാധാനം, അവനാണ് നമ്മുടെ നീതി. അവൻ ഇറങ്ങി വന്നാൽ നിന്റെ കുടുംബത്തിൽ നീതി വെളിപ്പെട്ടിരിക്കും. ഒരാമയം പറഞ്ഞേരെ, ഒരാമൻ അവര് പറഞ്ഞേരെ, ശക്തിയോടെ ഒരാമയം പറഞ്ഞേരെ. കർത്താവ് നമ്മള് ശുശ്രൂഷിക്കുന്ന വർഷമാണ് 2025. അവൻ ഇപ്പോഴും നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. ഇവിടെ പലരും പല തലത്തിൽ അനീതി കൊണ്ടുവരുവാൻ, പല തലത്തിൽ നോക്കിയേ അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ, പല വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അവൻ സമാധാനത്തിന്റെയും നീതിയുടെയും രാജാവാണ്. ഈ പാർട്ട് ഞാൻ എടുത്തു കഴിഞ്ഞതാണ്, പക്ഷെ ഞാനൊന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തേക്ക് ഒന്നുകൂടെ പോകാം. ഇതിനകത്ത് ആശയ സംഘട്ടനമുള്ള വിഷയങ്ങളുണ്ട്, തർക്കങ്ങളുള്ള ഭാഗമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ബൈബിൾ പഠിക്കാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ? മൽക്കീസദേക്ക് യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് മുമ്പ് യേശുക്രിസ്തു വന്നതാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അല്ല, മൽക്കീസദേക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അവർ രണ്ടിനും തത്തുല്യമായ വാക്കുകളും വാദഗതികളും കൊണ്ടുവരുന്നുണ്ട്. ഒരാള് അത് നോഹയുടെ ഒരു മകനാണെന്ന് അഭിപ്രായപ്പെടുന്നു. അത് നോഹയുടെ മകനാണ്, ഒരാളല്ല, ജൂയിഷ് റബിമാരുടെ അഭിപ്രായം അങ്ങനെയാണ് കേട്ടോ. ജൂയിഷ് റൂട്ടിൽ പറയുന്നത് ഷലോം എന്ന് പറയുന്ന രാജ്യത്ത്, യെരുശലേമിന്റെ ആദ്യത്തെ പേര് ഷലോമാണ്. അവിടെ ഒരു ആലയമുണ്ടായിരുന്നു. ആ ആലയത്തിലെ പുരോഹിതനും രാജാവും കൂടെ ചേർന്നവനായിരുന്നു ഈ മൽക്കീസദേക്ക് എന്നാണ് ജൂയിഷ് റൂട്ടിനകത്ത് അവർ പഠിപ്പിക്കുന്നത്. അത് അവരുടെ പഠനമാണ്, അതാണ് സാധ്യതകൾ കൂടുതൽ നിൽക്കുന്നത്. എന്നാൽ
കൂടുതൽ പെന്തക്കോസ്തൽ ടീച്ചിങ്സിൽ, ക്രൈസ്തവ ടീച്ചിങ്സിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ആത്മാവിൽ പ്രത്യക്ഷപ്പെട്ടതാണ് മൽക്കീസദേക്കെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇല്ലാതില്ല. ഞാനത് നിങ്ങളുടെ ആശയത്തിന് വിടുകയാണ്. എൻ്റെ വ്യക്തിപരമായ ആശയം ഞാനിപ്പോൾ ഇത് പുറത്തുവിടുന്ന ക്ലിപ്പായതുകൊണ്ട് ഇതിനകത്ത് പറയുന്നില്ല. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ജൂയിഷ് റൂട്ടിലുള്ള ടീച്ചിങ്സ് ആണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അതിന് വിരോധമായിട്ടൊരു വാക്യമുണ്ട്. എബ്രായന 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവന് ആരംഭമില്ല, അവസാനമില്ല, അവന് വംശാവലിയില്ല എന്ന് എബ്രായ ലേഖനം 7:3 പറയുന്ന വാക്ക് വെച്ചുകൊണ്ടാണ് മൽക്കീസദേക്ക് മനുഷ്യനല്ല എന്ന് വാദിക്കുന്ന വാദഗതിക്കാർ പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു നിത്യനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. ദൈവം എന്ന വീക്ഷണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുന്ന യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ വംശാവലിയില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. കണ്ടോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം കൊണ്ടുവരാനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വംശാവലി പറഞ്ഞില്ല. എന്നാൽ മത്തായി ശ്രമിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രാജ്യത്വം കൊണ്ടുവരാനാണ്. രാജകീയ വംശാവലി മത്തായി ഇവിടെ എഴുതി വെച്ചു. എന്നാൽ ലൂക്കോസ് ശ്രമിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം കൊണ്ടുവരാനാണ്. ലൂക്കോസ് അവിടെ മാനുഷിക വംശാവലി എഴുതി വെച്ചു. എഴുത്തുകാരന്റെ അകത്തുള്ള ചിത്രമാണ് അവർ സുവിശേഷങ്ങളിലൂടെ ലേഖനങ്ങളുടെ തെളിയിച്ചു വന്നവ. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാൻ യോഹന്നാൻ എഴുതിയപ്പോൾ യേശുവിന്റെ വംശാവലി പറഞ്ഞില്ല എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ എബ്രായ ലേഖനം 7-ാം അധ്യായം വായിച്ചാൽ മൽക്കീസദേക്ക് എന്ന് പറയുന്നത് ഒരു ഓഫീസാണെന്നും ആ ഓഫീസിന് ആരംഭമോ അവസാനമോ ഇല്ല എന്നും അത് അബ്രഹാമിന് മുമ്പ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് ജൂഷ് റൂട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇപ്പൊ നിങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട, അവിടേക്ക് പോകണ്ട. ഈ പഠനത്തോട് നീതി പുലർത്താൻ ഞാൻ 2 ഭാഗവും ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടായാലും നമ്മുടെ കർത്താവ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി നമ്മൾ അവനകത്തേക്ക് ഇറങ്ങി പോകാൻ റെഡിയാകുകയാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ഇതിനകത്ത് രാജകീയ പൗരോഹിത്യത്തെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് അവന്റെ ദൈവിക പൗരോഹിത്യത്തെ കുറിച്ചാണ്. യേശുക്രിസ്തു ജനിച്ചവർ രാജകീയ ഗോത്രത്തിലാണ്. പക്ഷെ പുരോഹിതന്മാർ ശുശ്രൂഷിക്കേണ്ടത് പൗരോഹിത്യ ഗോത്രത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെ പുരോഹിതനായി മാറി? അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ അവൻ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലും എൻ്റെ കർത്താവ് യെരുശലേം ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് അവനകത്തേക്ക് പോകാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്താണ് എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. യേശുക്രിസ്തുവിലെ ദൈവിക പൗരോഹിത്യം ശ്രദ്ധിക്കൂ. ഈ ഭൂമിയിലെ മനുഷ്യരായ പുരോഹിതന്മാർ മുഴുവൻ അവർ ജീവിച്ചു, മരിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവിക പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, ഈ പുരോഹിതന് മരണമില്ല. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. രാജകീയ പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് ഇപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് അഹരോന്യ ക്രമപ്രകാരമുള്ള സകല പുരോഹിതന്മാരും മരണത്താൽ ഈ ഭൂമുഖത്ത് മാറ്റപ്പെട്ടപ്പോൾ മരണമില്ലാത്തൊരു തലത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് നമ്മുടെ കർത്താവ് ഇപ്പോൾ ദൈവിക പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ വാക്ക് നിങ്ങളകത്ത് കയറിയോ? അഹരോന്യ പൗരോഹിത്യ പ്രകാരം ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച സകല പുരോഹിതന്മാരും അവരെല്ലാം മരിച്ചു. മരിക്കുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് അവരവരുടെ പൗരോഹിത്യം ചെയ്തത്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, അവനിപ്പോൾ പുരോഹിതനായിരിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിലല്ല, ദൈവികത്വത്തിലാണ് അവൻ മഹാപുരോഹിതനായിരിക്കുന്നത്.
ആമേനൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ആമേനൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അത് അവന്റെ ഒരു പദവിയാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അവന്റെ ഒരു പ്രകൃതിയാണ്. പദവി വേറെ, പ്രകൃതി വേറെ. സജി ഒരു മനുഷ്യനാണ്, അതെന്റെ പ്രകൃതിയാണ്. സജി ഒരു പാസ്റ്ററാണ്, അതെന്റെ പദവിയാണ്. സജി ഒരു മനുഷ്യനാണ്, അതെന്റെ പ്രകൃതിയാണ്. സജി ഒരു അപ്പനാണ്, അതെന്റെ പദവിയാണ്. പ്രകൃതി വേറെ, പദവി വേറെ. യേശുക്രിസ്തുവിന്റെ പദവിയാണ് അവൻ രാജാവായി നിൽക്കുന്നവർ. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കണേ, ഇവനാ നമ്മളെ ശുശ്രൂഷിക്കുന്നത്. ഇവനെ തിരിച്ചറിയാത്തോണ്ട് നമ്മുടെ അകത്ത് വേണ്ടവൊക്കെ തുറക്കാത്തവർ. ഹലോ, ഒരു ആമീൻ പറഞ്ഞ കർത്താവിന്. അവൻ രാജാവെന്ന പദവിയുള്ളവനാണ് എന്നെ ശുശ്രൂഷിക്കുന്നവർ. ഹലോ, എനിക്കറിയാം നിങ്ങൾ ഇതിനോട് സമന്വയിക്കപ്പെട്ട് വരാൻ ചിലപ്പോൾ സമയമെടുക്കാം. യേശു ക്രിസ്തു രാജാവാണ്. യേശു ക്രിസ്തു പുരോഹിതനാണ്. മൽക്കിസദേക്കാരാണ്. മൽക്കിസദേക്ക് അവൻ ശലോം രാജ്യത്തിന്റെ രാജാവുമാണ്, പുരോഹിതനുമാണ്. ആ രാജാവായവൻ എങ്ങനെയാ വന്നത്? അവൻ വന്നത് അപ്പവും വീഞ്ഞുമായിട്ടല്ലേ വന്നത്? അപ്പം വീഞ്ഞു എന്താ? ശരിക്കുള്ള സാക്ഷാൽ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ അവന്റെ ശരീരവും അവന്റെ രക്തവും രണ്ടും കൂടെ വിഭജിക്കപ്പെട്ടവല്ലേ? അതിന്റെ പങ്കാളിത്തമുള്ളവല്ലേ അപ്പവീഞ്ഞുകൾ? സത്യത്തിൽ റിയലായ കർത്തൃമേശ അവിടമല്ലേ തുടങ്ങുന്നേ? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ രാജാവായവൻ അവന്റെ മരണത്താൽ അവന്റെ ജീവൻ അവരിലേക്ക് കൈമാറുന്ന രാജാവായിട്ട് ഇറങ്ങി വരികയാണ്. എപ്പോൾ? നിങ്ങൾ യുദ്ധക്കളത്തിലാകുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന യുദ്ധങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവ് അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളിലേക്കും പ്രശ്നങ്ങളിലേക്കും നോക്കി ചിരിക്കുന്നവനല്ല, അവൻ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഇറങ്ങി വരുന്നവനാണ്. ഒരാമയം പറയാമെങ്കിൽ ഉറച്ചു പറഞ്ഞ കർത്താവിന്. നമ്മളെ ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് പാസ്റ്റർമാരെയാണ്. ഞാനും ഒരു ചർച്ചിലെ പാസ്റ്ററാണ്. ചർച്ചിനകത്ത് വിശ്വാസികൾ രോഗികളാകുമ്പോൾ, ചർച്ചിനകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ, കുടുംബത്തിനകത്ത് പ്രയാസമുണ്ടാകുമ്പോൾ, മക്കള് മരുമക്കൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ, ഭാര്യപത്ര ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ, ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ പാസ്റ്റേഴ്സിനെയാണ്. നഷ്ടങ്ങൾ പിശാച് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനെ തിരിച്ചുപിടിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത് അഭിഷക്തന്മാരെയാണ്. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവൻ കരുത്തോടെ ആമേൻ പറയണം. എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന യുദ്ധങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ സാക്ഷാൽ മഹാപുരോഹിതനായ യേശു, ഒരാമേൻ പറയണം, ഒരാമേൻ. അവൻ ഉറപ്പോടെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരാൻ പോവുകയാണ്. കാരണം അവൻ മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുന്നവനാണ്. നിന്റെ യുദ്ധങ്ങൾ നീണ്ടു നിൽക്കുകയില്ല. യുദ്ധക്കളത്തിൽ അവൻ നിന്നെ ഇറങ്ങി വന്ന് സഹായിക്കും. ഒരാമേൻ പറഞ്ഞത്, ഒരാമേൻ ഉറപ്പോടെ പറഞ്ഞത്, ഒരാമേൻ പറഞ്ഞത് ഉറപ്പോടെ. അത് നിങ്ങൾ ഉറപ്പോടെ പറയുമ്പോൾ തന്നെ നഷ്ടങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. അവൻ നിന്റെ ജീവിതത്തിൽ ജീവൻ പകരാൻ ഇറങ്ങി വരുന്നവൻ മാത്രമല്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് കേട്ടോ, പക്ഷെ നിങ്ങളുടെ അകത്ത് അതൊന്നും കൂടെ കയറിക്കോട്ടെ. ഈ മൽക്കിസദേക്ക് അബ്രഹാമും 318 അഭ്യാസികളും ലോത്തിന്റെ സമ്പത്ത് പിടിച്ചുകൊണ്ടുപോയ കേദോരിന്റെ കയ്യിൽ നിന്ന്, രാജാക്കന്മാരുടെ കയ്യിൽ അത് തിരിച്ചു പിടിക്കാൻ പോയപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മൽക്കീസദേക്ക് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നെന്ന്? ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? 14-ാം അധ്യായത്തിൽ രാജാക്കന്മാർ വന്ന് ലോത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി. തിരിച്ചറിഞ്ഞ് അബ്രഹാം അതിനെ തിരിച്ചു പിടിക്കാൻ പോയപ്പോൾ മൽക്കീസദേക്ക് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. തിരിച്ച് വെട്ടിപ്പിടിക്കാൻ പോയത് അബ്രഹാമിന്റെ പടയാളികളും അബ്രഹാമും ചേർന്നാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നവ മൽക്കീസദേക്കാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ.
ഒരു മൽക്കിസദക്ക് അവിടെ ഉണ്ട് കേട്ടോ, ഒരു മൽക്കിസദക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഉറപ്പോടെ ആമേൻ പറയാൻ പറ്റുമോ അതിന്? നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും അവസ്ഥകളുടെ മറിവിൽ നിങ്ങൾ ഒറ്റക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങളുടെ കരുത്തുകൊണ്ടല്ല നിങ്ങൾ ജയിക്കുന്നത്, നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യം ചെയ്യുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യം ചെയ്യുന്നത്. ഓ റാബാന, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വിശ്വസിക്കാൻ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒന്ന് ആമേൻ പറഞ്ഞവൻ ഏറ്റെടുത്തരെ, പറ്റുമെങ്കിൽ 1 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അകത്ത് ആ ക്രിസ്തു എന്ന മഹാപുരോഹിതനെ ഞങ്ങളുടെ അകത്തൊന്ന് തെളിച്ചു തരണമേ. 1 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് അന്യഭാഷ. ഇത് മാനുഷിക ബുദ്ധി കൊണ്ട് അറിവായി മാറേണ്ട കാര്യമല്ല. നിനക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനുണ്ട്. ആർക്കും നിന്നെ കാണാൻ കഴിയുന്നില്ല, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ല, ആർക്കും നിന്റെ അടുക്കൽ വരാൻ കഴിയുന്നില്ല. വേണ്ടവരും വേണ്ടാത്തവരും ഒക്കെ മാറി നടക്കുന്നു. പക്ഷേ നിനക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട് കേട്ടോ. അവൻ ശുശ്രൂഷിക്കുന്നവനാണ്. അവൻ രാജകീയ പുരോഹിതനാണ്. അവന്റെ പദവിയിൽ അവൻ രാജാവാണ്. പക്ഷേ അവന്റെ പ്രകൃതിയിൽ അവൻ ദൈവമാണ്. ഇനി പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പദവിയിൽ അവൻ രാജാവാണ്, പ്രകൃതിയിൽ അവൻ ദൈവമാണ്. ഈ ദൈവമായവൻ, ഇനി നിങ്ങൾ എബ്രായ ലേഖനം 7-ാം അധ്യായം വാക്യൊന്നും വായിച്ചില്ലല്ലേ? 3-ാം വാക്യം വായിച്ചായിരുന്നു. 7-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വന്നേ. 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പിലുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രൻ. ശ്രദ്ധിച്ചു കൂടെ പറഞ്ഞ കേട്ടോ. നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരത്തിനുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധയോടെ കേട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കുള്ള പ്രൊവിഷനുകൾ ദൈവം തുറന്നു വെച്ച് കാണാൻ നിങ്ങളുടെ കണ്ണു തുറക്കും. ശ്രദ്ധിക്കൂ സിസ്റ്റർ ജിഷ സിസ്റ്ററെ, ഒന്നും കൂടെ വായിച്ചോ വാക്യം അവസാനത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചു. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പിലുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രൻ. ഇനി എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇത് പറഞ്ഞു ഞാൻ ഒരു ചോദ്യം ചോദിക്കും കേട്ടോ, മറുപടി പറയാൻ റെഡി ആയിരിക്കണം എല്ലാവരും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു തികഞ്ഞവനായത് എന്തിനാലാണ്? കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായി തീർന്നു. 2:10 നമ്മൾ വായിച്ചു. 6:7-28 നമ്മൾ വായിച്ചു. ആണയുടെ വചനമോ പുത്രനെ തികഞ്ഞവനാക്കി തീർത്തു. തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കി. അപ്പൊ എന്റെ ചോദ്യം, യേശു ക്രിസ്തു എപ്പോഴാണ് തികഞ്ഞവനായത്? ക്രൂശിലെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ മരണത്താൽ അവൻ തികഞ്ഞവനായി തീർന്നു. അപ്പൊ എന്റെ ചോദ്യം, അതിനു മുമ്പ് യേശു തികഞ്ഞവനല്ലേ? ആണ്, ദൈവമായിട്ട് തികഞ്ഞവനാണ്. പക്ഷെ മനുഷ്യനായിട്ട് തികഞ്ഞവനായത് കാൽവരി ക്രിസ്തു. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിന്റെ പൊസിഷനിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കിയാൽ കാര്യം കറക്റ്റായി. റീനി ആന്റി പറഞ്ഞ കറക്റ്റാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി വരുന്നത് വരെ അവൻ ദൈവത്തിന്റെ ഏകജാതനായിരുന്നു. അവൻ ദൈവത്വത്തിലായിരുന്നു. ദൈവത്വത്തിൽ അവൻ തികഞ്ഞവൻ തന്നെയാണ്. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് ജഡാവതാരമെടുത്തു വന്നു, മനുഷ്യനായിട്ട് വന്നു. ദൈവത്വവും മനുഷ്യത്വവും കൂടെ സംയോജിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ
അതിനകത്തൊരു തികവുണ്ടാകണമായിരുന്നു. ആ തികവുണ്ടായത് അവന്റെ മരണത്താലാണ്. ഞാനിപ്പോ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ആരിലും ഒരാൾ മനസ്സിലായെന്നും മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ലെന്നും മനസ്സിലായി. അവിടെ ഇത് മനസ്സിലായാലും നമുക്ക് മുമ്പോട്ട് പോയാൽ അകത്ത് കയറുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു അവൻ ഈ ഭൂമിയിൽ വരുന്നത് വരെ അവൻ ഏകജാതനായിരുന്നു. അവൻ ദൈവപുത്രൻ മാത്രമായിരുന്നു. അല്ല, മരിക്കുന്നവരെ അവൻ ദൈവപുത്രൻ മാത്രമാണ്. ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ മനുഷ്യവേഷമെടുത്തു വന്നു. അവൻ തികഞ്ഞവനാണ്. എന്നാൽ അവന്റെ ജനന മരണ ഉയർപ്പിനാൽ അവൻ തികഞ്ഞവനായി മാറി. ആദ്യജാതനായി അവൻ മാറി. ആദ്യജാതനായി മാറിയത് അവന്റെ പുനരുദ്ധാനത്താലാണ്. യേശുക്രിസ്തു ആദ്യജാതനായി മാറിയത് എപ്പോഴാണ്? അവന്റെ പുനരുദ്ധാനത്താൽ അവൻ ആദ്യജാതനായി മാറി. നമ്മളെല്ലാവരും ആരായി മാറി? ഇപ്പോൾ അവന്റെ നമ്മൾ അവന്റെ സഹോദരന്മാരായി മാറി. അവനിപ്പോൾ ആദ്യജാതനാണ്, നമ്മളിപ്പോൾ സഹോദരന്മാരാണ്. ആദ്യജാതനായ അവനിപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് അവൻ മഹാപൗരോഹിത്യം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അവന്റെ സഹോദരന്മാരായി ജനിച്ചിരിക്കുന്ന, വീണ്ടും ജനിച്ചിരിക്കുന്ന നാം അവനെ പോലെയാകാൻ. ഹല്ലേലൂയ. അപ്പൊ അവൻ മഹാപുരോഹിതനായത് പ്രമാണത്താലല്ല. അവൻ മഹാപുരോഹിതനായത് ഉടമ്പടിയുടെ വചനത്താലാണ്. അതാണ് വായിച്ചത്. 7:28 വായിച്ച്. 7:28 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. 7:28 ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ഉടമ്പടിയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കിയിരിക്കുന്നു. പുത്രനെ പുരോഹിതനാക്കിയത് ഉടമ്പടിയുടെ വചനമാണ്. അവൻ പുരോഹിതനായത് ന്യായപ്രമാണത്താൽ അല്ല. അത് നമുക്ക് അതിന്റെ 14-ാം വാക്യത്തിൽ കാണാം. 14-ാം വാക്യം എടുത്ത് 14-ാം വാക്യം. 14-ാം വാക്യം. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. അടുത്ത വാക്ക്. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. കേൾക്കുന്നുണ്ടോ? ഈ പുരോഹിതൻ ഉളവായത് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലാണ്. ഹലോ, ആ വാക്ക് ഒന്നുകൂടെ വായിച്ചോ. ജീസസ് ഒന്നുകൂടെ വായിച്ചോ. എല്ലാവരും കേൾക്കണം. ഇത് കേൾക്കണം. അവൻ ഈ ശക്തിയാണ് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചോ. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോ. ആ വാക്കൊന്ന് സ്ട്രെസ് ചെയ്തോ. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ. അവൻ ആരാ പുരോഹിതൻ? അവൻ ക്രിസ്തുവാണ്. അപ്പൊ ആ ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താ? അവന്റെ പ്രത്യേകത ഈ പൗരോഹിത്യത്തിൽ ഓപ്പൺ ആകുന്ന ജീവനാൽ, അല്ലെങ്കിൽ അവന്റെ മിനിസ്ട്രിയാൽ മരണം വഴിമാറുക. അവൻ രാജാവായി നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ നിന്നിൽ ജീവൻ തുറക്കും. അവൻ ദൈവിക മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുമ്പോൾ മരണം നിന്നിൽ നിന്ന് ക്യാൻസൽ ആകും. നിങ്ങൾക്കത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ദൈവിക മഹാപുരോഹിതനാണെങ്കിൽ, അവൻ നിന്നെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് ഉറപ്പോടെ പറയാം, അവന്റെ ശുശ്രൂഷയിൽ മടക്കുന്നവർ ആദാമ്യ പാപത്താൽ എന്നിൽ വീഴ്ത്തപ്പെട്ട സകല മരണത്തിന്റെയും അസാന്നിധ്യമാണ് എന്നിലെ അവന്റെ മിനിസ്ട്രിയായിട്ട് വെളിപ്പെട്ടു വരുന്നത്.
ഹലോ, അപ്പോൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറി നിങ്ങൾ ശക്തിയോടെ അവനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, അവനിൽ ഉറപ്പിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, മരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വഴിമാറാൻ തുടങ്ങും. നിങ്ങളുടെ തലമുറയിൽ നിന്ന് മരണം വഴിമാറാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിൽ മരണം, ഈ മരണത്തിന് 3 വശമുണ്ട് കേട്ടോ. ഈ ശരീരത്തിൽ നിന്ന് മരിക്കുന്നത് മാത്രമല്ല മരണം, സ്പിരിച്വൽ ഡെത്തുകളുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. എന്നാൽ ഒട്ടുമിക്ക ആളുകളും ആത്മീക മരണത്തിലാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മളെല്ലാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? നമ്മളെല്ലാം മരണത്തിലായിരുന്നു. ഇനി പൗലോസ് പറഞ്ഞു, അടുത്തല്ല, കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ പദമുണ്ടേ, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പൊ സഭയ്ക്കകത്ത് വന്ന 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ അവരിപ്പോൾ ഏതവസ്ഥയിലാണ്? അവർ മരിച്ച അവസ്ഥയിലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവർക്കൊരു പ്രയർ ലൈഫ് ഇല്ല, അവർക്ക് ദൈവമായിട്ടുള്ള സമ്പർക്കമില്ല, ദൈവിക ജീവനില്ല. അപ്പൊ ദൈവിക ജീവനില്ലാതെ, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ, ദൈവ ശബ്ദമായിട്ട് അന്യപ്പെട്ടു പോയി അവരിപ്പോൾ നോക്കിയേ മരണത്തിൽ ജീവിക്കുക, സ്പിരിച്വൽ ഡെത്തിൽ ജീവിക്കുക. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? യേശുക്രിസ്തു ഇപ്പോൾ ദൈവിക മഹാപുരോഗമനായി ശുശ്രൂഷിക്കുന്നത് നീ ആത്മീക മരണത്തിൽ ജീവിക്കാനല്ല. അവന്റെ ശുശ്രൂഷ മരണത്തെ നിന്നിൽ എടുത്തു മാറ്റും. മരണത്തിന്റെ സാന്നിധ്യത്തെ നിന്നിൽ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എനിക്കറിയില്ല. ചില പറയാറുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തുവാ? വചനം വായിക്കാൻ പറ്റുന്നില്ല. എന്തുവാ കാരണം? ഒരു ദിവസം ഇപ്പം നിങ്ങൾക്കൊന്ന് വയ്യാണ്ടായി, ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര തിരക്ക് വന്നു. തിരക്ക് വരാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ബൈബിൾ വായിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, യാന്ത്രികമായിട്ട് സഭയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചർച്ചിനൊക്കെ തങ്ങമായതുകൊണ്ടും ഞായറാഴ്ച വിശ്വാസിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉറപ്പോടെ പറയും, നിങ്ങൾ സ്പിരിച്വൽ ഡെത്തിലാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനാലുള്ള മഹാപൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ നിങ്ങളിൽ തുറക്കേണ്ടിയിരിക്കുന്നു. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മരണത്തിൽ പുറത്തു കൊണ്ടുവരാനാണ്. ഒരാമ്യം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, കർത്താവിന് നിങ്ങളിൽ മരണം വാഴാത്തൊരു വർഷമായി മാറട്ടെ. സ്പിരിച്വൽ മരണങ്ങൾ വഴിമാറുന്ന വർഷമായി ഈ വർഷം മാറാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. അത് നിങ്ങളിൽ തുറക്കുമ്പോൾ അത് നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെട്ടു വരും, അത് നിങ്ങളുടെ ഭർത്താവിൽ വെളിപ്പെട്ടു വരും, അത് നിങ്ങളുടെ ഭാര്യയിൽ വെളിപ്പെട്ടു വരും, അത് നിങ്ങളുടെ ചർച്ചിനകത്ത് വെളിപ്പെട്ടു വരും. സ്പിരിച്വൽ ഡെത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരാൾ ജീവിക്കില്ല. കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവിക പൗരോഹിത്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്നും കൂടെ വിശദീകരിച്ച് നമുക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാം. ഞാൻ അവനകത്ത് നിങ്ങളുടെ അകത്തേക്ക് തരുവാൻ ആഗ്രഹിച്ച കാര്യം, ഇപ്പോൾ യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ നിങ്ങളിത് വിശ്വസിക്കണം കേട്ടോ. നിങ്ങളിത് ബൈബിളിൽ വായിക്കണം. ബൈബിൾ ഇത് വായിച്ച് നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിന് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മേലെ ഈ പൗരോഹിത്യത്തിന്റെ അനുഗ്രഹങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. ഇവിടെ പറഞ്ഞ ഭാഗം തന്നെ, ഞാൻ സമയം പോയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ മനുഷ്യരെല്ലാം ദുർബലരാണ്, മനുഷ്യർ മർത്യരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നിത്യനാണ്, അവൻ അമർത്യനാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. മനുഷ്യർ ദുർബലരാണ്, ബലഹീനരാണ്, മർത്യരാണ്. എന്നാൽ യേശുവോ അവൻ നിത്യനാണ്, അവൻ അമർത്യനാണ്, അവൻ സർവശക്തിയുള്ളവനാണ്. ആ കർത്താവ് ഇപ്പോൾ നിനക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. അപ്പോൾ എന്താ അവന്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 25 വാക്യം, അതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 25 വായിച്ച് ഇവിടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരം 24-ാം വാക്യം ചേർത്ത് വായിച്ചു. 24-ാം വാക്യം ചേർത്ത് വായിച്ചു. എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? ബൈബിളുള്ള എല്ലാവരും. ഞാനത് ബോർഡിൽ കാണിച്ചു തന്നെ, നാളെ തൊട്ട് ഞാൻ ബോർഡ് എടുത്ത് ക്രമീകരിച്ച് കാണിച്ചു വരാം. ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചോട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ
സദാ സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. പ്രാപ്തനാകുന്നു. അപ്പൊ ദൈവിക പൗരോഹിത്യത്തിന്റെ അവൻ രാജകീയ മഹാപുരോഹിതനായി, ദൈവിക മഹാപുരോഹിതനായി ഇപ്പോൾ സ്വർഗത്തിൽ ശുശ്രൂഷിക്കുന്നതിന്റെ റിസൾട്ട് എന്താണ്? ഒരു വ്യക്തി അവനിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി അവന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ പൂർണ്ണമായി, ഹലോ കേൾക്കുന്നുണ്ടോ? ഒന്ന് ആമ്യം പറഞ്ഞുതരാം, ഒന്ന് ആമ്യം പറഞ്ഞുതരാം. വചനത്തിന് ആമ്യം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ. ആദാമ്യ പാപത്താൽ വന്ന അവസ്ഥകൾ എന്തൊക്കെയാണോ, തകർച്ചകൾ എന്തൊക്കെയാണോ, നഷ്ടങ്ങൾ എന്തൊക്കെയാണോ, ശാപങ്ങൾ എന്തൊക്കെയാണോ, രോഗം എന്തൊക്കെയാണോ, സകലതിൽ നിന്നും നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ. ഹലോ ഒന്നാമ്യം പറയാൻ, ഒന്നാമ്യം പറഞ്ഞവന് ശഖറബനഗതന, ഒന്നാമ്യം പറഞ്ഞു, അത് പ്രഖ്യാപിച്ചോ. എന്നെ അവൻ പൂർണ്ണമായി രക്ഷിക്കും, പൂർണ്ണമായി രക്ഷിക്കും. ഓ, എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അകത്ത് എല്ലാവരും അത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ അകത്ത് പറഞ്ഞ ചിന്ത എന്താ അറിയോ? സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ചിന്ത എന്താ അറിയോ? കടഭാരമുള്ള ആൾക്കാരുണ്ടാവും. അല്ലോ, ഇപ്പോൾ ഒരാൾക്ക് കടഭാരം, ഇപ്പോൾ ഈ 50-55 പേരിൽ 49 53 40, ഓക്കെ, ഈ 49 പേരിൽ ഞാൻ പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറയുമ്പോൾ കടഭാരമുള്ള ഒരാൾ ചിന്തിക്കുന്നത് എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? എൻ്റെ 50 ലക്ഷം കടം വീട്ടിൽ തരും. അപ്പൊ കടഭാരമുള്ളവൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ വാക്യം എങ്ങനെ കയറുന്നേ? കർത്താവ് കടം മാറ്റുന്നവനാണ്. ഇനി രോഗിയായൊരു വ്യക്തി ഉണ്ടെങ്കിലോ, അവനകത്ത് എന്താ കയറുന്നേ? കർത്താവ് എൻ്റെ എന്ത് മാറ്റും? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. രോഗത്തെ മാറ്റും. കർത്താവിന്റെ രോഗത്തെ മാറ്റും. അപ്പൊ പൂർണ്ണമായി രക്ഷിക്കുക എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മളുടെ അവസ്ഥകളുമായിട്ട് താരതമ്യം ചെയ്ത നമ്മളത് മനസ്സിലാക്കുന്നേ. പക്ഷെ ഇത് ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല. ഈ വാക്യത്തിന്റെ അർത്ഥം ഇതല്ല. നമ്മുടെ കടം ദൈവം മാറ്റുന്നേ. കടം ദൈവം അല്ലാതെ പിന്നെ ആരെ മാറ്റി തരുന്നത്? നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ പോകാനായിട്ട്? നമ്മുടെ രോഗം ദൈവം മാറ്റുന്നേ. നമുക്ക് 30 കോടി ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇത് മാറ്റാൻ. നമുക്ക് ഒന്നിന് അവിടെ ഒന്നിന് ഇവിടെ ഒന്നും പോകാൻ വേറെ സ്ഥലമില്ലല്ലോ. നമുക്ക് പോകാൻ ഒരു സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രോഗം പിന്നെ അവൻ തന്നെയാ മാറ്റുന്നത്. നമ്മുടെ കടമാകട്ടെ, രോഗമാകട്ടെ, പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, നമ്മുടെ തലമുറകളുടെ ഭാവിയാകട്ടെ, നമ്മുടെ മുമ്പിലുള്ള വളർച്ചയാകട്ടെ, ഇതെല്ലാം ആരാ മാറ്റുന്നത്? അവൻ തന്നെയാ. പക്ഷെ ഈ വാക്യത്തിൽ പറഞ്ഞ അർത്ഥം അതാണോ? അത് മാത്രമാണോ? അല്ലെന്നാ ഞാനീ പറഞ്ഞു വന്നേ. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം മാത്രമല്ല ഇതിനകത്തിരിക്കുന്നത്. ആദാമ്യ പാപത്താൽ മാനവകുലത്തിൽ നിന്ന് ചോർത്തപ്പെട്ടതില്ലേ മഹത്വവും, ദൈവിക ആരോഗ്യവും, ദൈവിക ഫെല്ലോഷിപ്പും, ദൈവിക അനുഗ്രഹങ്ങളും, ദൈവിക തേജസ്സും എന്തൊക്കെയാണോ ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിൽ പകരാൻ ആഗ്രഹിച്ചത്, അത് മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? ഏദൻ തോട്ടത്തിന്റെ ഇടയിൽ വെറും ഒരു ജീവവൃക്ഷമായി നിന്ന് അവനെ ഭക്ഷിക്കുന്നവരിലേക്ക് അവനവന്റെ ജീവൻ പകർന്ന് വളർത്തുവാൻ ആഗ്രഹിച്ച് ദൈവമൊരുക്കിയ പദ്ധതിയെ പിശാച് തകർത്തു കളഞ്ഞെങ്കിൽ എന്റെ കർത്താവ് തകർക്കപ്പെട്ട പിശാച് തകർക്കപ്പെട്ട ഏദനിലെ പദ്ധതിയെ കണ്ട് പകച്ചു നിൽക്കുന്നവനല്ല, അതിനേക്കാൾ മേത്തരമായത് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചവനാണ്. ഒരാമ്യം പറഞ്ഞ കർത്താവിന് അതിനേക്കാൾ മേത്തരമായത് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചവനാ. അതിനാൽ നിന്നെ പൂർണ്ണമായിട്ട് അവൻ രക്ഷിക്കും. ഓ, ആമേൻ പറയൂ അതിന്. ആമേൻ. അവൻ ഉറച്ചു പറയൂ. ഒന്ന് വാക്കുത് പറയൂ. എന്റെ ദൈവം എന്നെ പൂർണ്ണമായി രക്ഷിക്കും. എന്റെ കടം മാറ്റുന്നല്ല, അത് മാറുന്നേ. കടം മാറാതിരിക്കാൻ ഒരു വഴിയില്ല. ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തലമുറ വിഷയത്തിൽ ദൈവം ഇടപെടും. കുടുംബമായിട്ട് നിങ്ങൾ കർത്താവിനെ ആരാധിക്കും. നിങ്ങളുടെ മുമ്പിൽ വഴികളും വാതിലുകളും തുറന്നു വരും. വിശ്വസിക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്നു വരും. പക്ഷേ ഇതെല്ലാം തുറന്നാൽ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാകണമെന്നില്ല. രക്ഷ പൂർണ്ണമാകണമെങ്കിൽ ഏദനിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു വരണം.
അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 1 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചോ. അത് തുറക്കും അവൻ. അത് തുറക്കുന്ന ഒരു സീസൺ കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ദൈവിക അധികാരങ്ങൾ തുറക്കുന്ന, ദൈവിക അവകാശങ്ങൾ തുറക്കുന്ന, യേശുവിനെ പോലെ ജീവിക്കുന്ന ഒന്ന് അത് വിശ്വസിച്ച് അന്യഭാഷ പ്രാർത്ഥിച്ചോ. അത് തുറക്കുന്നവൻ, അതവൻ തുറക്കുന്നു. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ സദാ പക്ഷപാതം ചെയ്തവനാകിയാൽ അവനവരെ പൂർണ്ണമായി. എവിടെയൊക്കെയാണോ പിശാച് വെല്ലുവിളിച്ചത്, എവിടെയൊക്കെയാണോ പിശാച് പിന്നെ തകർക്കുമെന്ന് വാദിവെച്ചത്, അവിടെയെല്ലാം അവന്റെ കരുതലിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. അവന്റെ കരുതലിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. കഴിയുന്നവർ അന്യഭാഷയിൽ ചില മിനിറ്റുകൾ ആ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ അത് തുറക്കും ദൈവം. ഇപ്പോൾ അവ തുറക്കും. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഒന്നുകൂടെ തുറന്നു വരും. ദൈവിക പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾ വളരുന്ന സീസണുകൾ ഓപ്പൺ ആവുകയാണ്. തുറന്നു വരും കേട്ടോ. ആ ഫെല്ലോഷിപ്പ് തുറന്നു വരും. ഇന്ന് രാത്രി നമ്മൾ ആദ്യം തന്നെ കേട്ടില്ലേ, ഉറവൽ കടകമന മറഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികള് വെറുമൊരു വാക്കിലെ പ്രാർത്ഥനയാൽ വേരോടെ പിഴുതുമാറ്റിയ കർത്താവിന്റെ കരം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ ശക്തിയോടെ തുറന്നു വരുമെന്ന് മാത്രമല്ല, അവൻ നിന്നെ പണിയുന്ന സീസൺ ആരംഭിക്കുകയാണ്. ആ തേജസ്സിലേക്ക് അവൻ നിന്നെ ചേർത്ത് നിർത്തുകയാണ്. തുറക്കുന്നു. ഇന്ന് രാത്രി ഈ വർഷത്തിന്റെ പ്രാരംഭ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുറന്നു വരട്ടെ അവൻ. മരണത്തിന്റെ അസാന്നിധ്യം, മരണത്തിന് നൃത്തം ചെയ്യാനുള്ള വീടല്ല അവന്റെ വീട്. മരണത്തിന് നൃത്തം ചെയ്യാനുള്ള തലമുറയല്ല അവന്റെ തലമുറ. മരണത്തിന് നൃത്തം ചെയ്യാനുള്ള ഭവനം അല്ല അവന്റെ ഭവനം. അവൻ മഹാപുരോഹിതനെ ശുശ്രൂഷിക്കുന്നത് മരണത്തെ ക്യാൻസൽ ചെയ്യാനാണ്. സ്പിരിച്വൽ ഡെത്തിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഡിവൈൻ അധികാരങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. വേദപ്രൗഢ മരണ അതൊക്കെ പുനരുത്ഥാനത്താൽ അവൻ ആദ്യജാതനായി മാറിയെങ്കിൽ ആദ്യജാതനായ എന്റെ യേശു എന്നെ അവന്റെ സ്വരൂപത്തിലേക്ക്, എന്നെ അവന്റെ സാദൃശ്യത്തിലേക്ക് അവനോട് അനുരൂപനാക്കാനാണ് പറയുന്നത്. അത് തുറന്നു വരുന്നു. അവന്റെ അകത്തൊരു ഡിവിനിറ്റി ഉണ്ട്. അവന്റെ അകത്തൊരു മൂലകമുണ്ട്. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു. ആ ഡിവിനിറ്റി ഇന്ന് രാത്രി നിങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ അതിലേക്ക് ചേർത്ത് പണിയുകയാണ്. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ വീട്ടിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ടേബിളിലാണ് എൻ്റെ കമ്പ്യൂട്ടർ ഇരിക്കുന്നത്, ക്യാമറ ഇരിക്കുന്നത്, എൻ്റെ നോട്ട്ബുക്ക് ഇരിക്കുന്നത്, എൻ്റെ മുമ്പിൽ ബൈബിളുണ്ട്, ടാബുണ്ട്, മൊബൈലുകളുണ്ട്, സിസ്റ്റം ഇരിക്കുന്നത് ഒക്കെ ടേബിളിൻ്റെ മുകളിലാണ്. ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് മേശ കൊണ്ടാണ്, മരം കൊണ്ടാണ്. അപ്പൊ ഈ ടേബിളിന്റെ മൂലകം എന്ന് പറയുന്നത് മരമാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ടേബിളിന്റെ മൂലകം എന്ന് പറയുന്നത് മരമാണ്. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുമ്പോൾ അവന്റെ മൂലകം എന്ന് പറയുന്നത് അവന്റെ ഡിവിനിറ്റിയാണ്, അവന്റെ ദൈവത്വമാണ്. നിന്നെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ അവൻ നിന്നിൽ പകർന്നിരിക്കുന്നത് അവന്റെ ജീവനാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശങ്കരുന്നുണ്ടോ? ആ ജീവനാണ് നിന്റെ അകത്ത് വീണിരിക്കുന്ന മൂലകം. മരം പണിയാൻ ഉപയോഗിച്ച മേശ പണിയാൻ ഉപയോഗിച്ച മൂലകം മരമാണെങ്കിൽ നിന്നെ അവന്റെ പുരോഹിതനാക്കി പണിയാൻ ഉപയോഗിക്കുന്ന മൂലകം അവന്റെ ജീവനാണ്. ഒരു ആമ്യം പറഞ്ഞ കർത്താവിന് അവന്റെ ജീവനാലാണ് നീ എന്ന വ്യക്തിയെ പണിയാൻ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ ജീവന്റെ പ്രൊട്ടക്റ്റാണ് നിന്നെ യേശുവിനെ പോലെ ആക്കുക എന്നുള്ളത്.
നിങ്ങളവനാമ്യം പറഞ്ഞില്ല. അവന്റെ ജീവനാണോ നിന്റെ അകത്തിരിക്കുന്നത്? ഒരു കൽപ്പണിക്ക ഒരു ആശാരുടെ കയ്യിൽ ഒരു മരത്തെ കൊടുത്താൽ ആ കൊടുത്തവന്റെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹപ്രകാരം അവനൊരു മേശയാക്കി പുറത്തെടുത്തെങ്കിൽ യേശുവിന്റെ ജീവനെന്ന മൂലകത്താൽ പിതാവാം ദൈവം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി നമ്മെ പണിയുകയാണ്. അത് പണിയുന്നത് നിയമത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലാണ്. ആമേൻ പറയാനാകട്ടെ. ഇന്ന് രാത്രി അകത്ത് വെളിപ്പാടുള്ളവർക്കായി സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 49 പേരുടെ അകത്തും ഇന്ന് രാത്രി നിന്നെ പുരോഹിതനാക്കുന്ന, നിന്നെ രാജാവാക്കുന്ന, നിന്നെ പുത്രനാക്കുന്ന മൂലകമായി അവന്റെ ജീവൻ ഇരിക്കുന്നുണ്ട്. ഒന്ന് അകത്ത് വെളിപ്പാടാകുന്നുണ്ടോ? ആ ജീവനകം നിന്റെ അകത്ത് തുറന്നിട്ട് അവൻ നിനക്ക് വേണ്ടി ഇപ്പോൾ അവിടെ പുരോഹിതനായി ശുശ്രൂഷിക്കുന്നു. എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. എന്താ പറയുന്നത്? സാക്ഷിയുടെ അകത്ത് ഞാൻ എന്റെ ജീവനെ വെച്ചിരിക്കുന്നത് അവനെ തികഞ്ഞവനാക്കണം. അവനെ പൂർണ്ണമായി രക്ഷിക്കണം. അവന്റെ ജഡത്തിൽ പ്രശ്നമുണ്ട്, അവന്റെ നോട്ടത്തിൽ പ്രശ്നമുണ്ട്, അവന്റെ വാക്കിൽ പ്രശ്നമുണ്ട്, അവന്റെ ഹൃദയത്തിൽ പ്രശ്നമുണ്ട്, അവന്റെ ശരീരത്തിൽ പ്രശ്നമുണ്ട്, അവന്റെ പൊസിഷനിൽ പ്രശ്നമുണ്ട്, ആ വ്യക്തിയിൽ പല പ്രശ്നമുണ്ട്. എന്നാൽ നമുക്ക് അവനെ തികഞ്ഞവനാക്കണം. നിന്നെ തികഞ്ഞവനാക്കാൻ അവൻ ആമേൻ പറയാൻ പറ്റുമുണ്ടോ? നിന്നെ തികഞ്ഞവനാക്കാൻ അവൻ ഇപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ദൈവിക മഹാപുരോഹിതനായി അവൻ ഇപ്പോൾ ശുശ്രൂഷിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ തികഞ്ഞ തലത്തിലേക്ക് ദൈവം എന്നെ പണിയുകയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അപരങ്ങൾ തുറന്നു 1-2 മിനിറ്റുകൾ കൂടെ അന്യഭാഷ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ അത് തുറന്നു വരും കേട്ടോ. ഇപ്പോൾ തുറന്നു വരും. ഒരു പകർച്ച ഈ വർഷത്തിന്റെ പ്രാരംഭ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ തുറക്കാൻ പോവുകയാണ്. അവസ്ഥകളുടെ മടിവിൽ പെടയുന്നവരെ പരിശുദ്ധാത്മാവ് അവസ്ഥകളുടെ നടുവിൽ വെച്ച് തന്നെ ഇന്ന് രാത്രി തികഞ്ഞവരാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് തുറക്കട്ടെ. ഇവരകത്ത് വിശ്വാസമാകട്ടെ. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലമേൽ സ്പിരിച്വൽ റിലങ്ങൾ തുറന്നു വരുന്നു. തുറന്നു വരുന്നു. വിശ്വാസത്തിന്റെ ശക്തി ഇപ്പോൾ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ ഭാവിയുടെ മേൽ ചില റിലീസുകൾ നടക്കുകയാണ്. പുത്രന്റെ മുമ്പിൽ അവകാശങ്ങൾ തുറന്നു വരും. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാം. നിന്നെ വളർത്തുന്ന ഒരുവനുണ്ട്. അവന്റെ പൗരോഹിത്യം എന്നെ വളർത്തും. ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. അന്യഭാഷ പ്രാർത്ഥിച്ചോ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരും നിങ്ങളുടെ ഭവനങ്ങളിൽ മറ്റ് ശബ്ദങ്ങൾ ഇല്ലെങ്കിൽ ഓഡിയോകൾ ഓൺ ചെയ്യുക. ചില മിനിറ്റുകൾ അന്യഭാഷ പ്രാർത്ഥിച്ചോ. നിന്നെ തികഞ്ഞവനാക്കുന്ന അവന്റെ പൗരോഹിത്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നീ വിട്, നിന്റെ വിഷയങ്ങളെല്ലാം വിട്. ഭാര്യയുടെ വിഷയം, ഭർത്താവിന്റെ വിഷയം, കൊച്ചുങ്ങളുടെ വിഷയം, വിഷയങ്ങളാം നിന്റെ തലപുകയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് രാത്രി പുറത്തു വാ. അവനേക്കാണ് അവൻ ശുശ്രൂഷിക്കുന്നത്. നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല. അവന്റെ വിഷയം നിന്നെ പണിക എന്നുള്ളതാണ്. നീ തികഞ്ഞവനായാൽ നിന്റെ അകത്തെ വളർച്ച മടന്നാൽ ഇന്ന് രാത്രി അവസ്ഥകൾ മാറുന്നു. നിന്റെ അകത്തെ വളർച്ച മടന്നാൽ, നിന്റെ അകത്ത് പുത്രത്വം റിവീലായാൽ, നിന്റെ അകത്ത് പുത്രത്വം ഓപ്പണായാൽ, നിന്റെ പ്രാർത്ഥന മുമ്പിൽ രാജ്യങ്ങൾ അവകാശമായി മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഗ്ലോറിയസ് റിലങ്ങൾ തുറന്നിടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഗ്ലോറി റിലങ്ങൾ ദൈവം തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ഇത് ദൈവാത്മാവ് നിങ്ങളുടെ സീസണുകൾ ചേഞ്ച് ചെയ്യുന്നൊരു സമയമാണ്. ഞാൻ ഇതിന് തുടക്ക ഭാഗമാണ് ഇന്ന് രാത്രി എടുത്തത്. നിങ്ങൾ ഈ അധ്യായങ്ങൾ വായിക്കണം. അവൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നുണ്ട്. എന്താണ് ഗ്യാരണ്ടി? അവന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വർദ്ധിച്ചാൽ നിങ്ങളുടെ മേൽ ഈ റെസ്റ്റോറേഷൻ മുഴുവൻ നടന്നിരിക്കും. യേശുവിന്റെ കാൽവറിൽ നടന്ന കൈമാറ്റം കണ്ടപ്പോഴല്ലേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ? നിങ്ങളിന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഗ്യാരണ്ടി അല്ലേ? എവിടെ നിന്ന് കിട്ടിയ ആ ഗ്യാരണ്ടി? ആ ഗ്യാരണ്ടി കിട്ടിയവ് യേശുവിന്റെ കാൽവറി മരണം കണ്ടപ്പോഴല്ലേ? ആണോ? സത്യമല്ലേ? അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന തിരുവചന സൂക്തങ്ങൾ കണ്ടപ്പോൾ, കാൽവറിൽ നടന്ന കൈമാറ്റം വിശ്വസിച്ചപ്പോൾ നരകം സ്വർഗമാകുന്നത് യാഥാർത്ഥ്യമായെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങൾ പുത്രന്മാരാകുന്ന വെളിപ്പാട് ഇപ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവം തുറക്കും. ഞാൻ വാക്യങ്ങൾ എടുത്തില്ല. നിങ്ങൾ പുത്രന്മാരായി അവനെ പോലെ ആക്കുന്നതാണ് അവൻ്റെ പൗരോഹിത്യം, ദൈവിക പൗരോഹിത്യം. നമുക്ക് അതിന് അടുത്ത സെക്ഷൻ പറഞ്ഞു വരുമ്പോൾ അതൊന്നും കൂടെ തെളിഞ്ഞു വരും. പൗരോഹിത്യത്തിൽ നിങ്ങൾ അവനെ പോലെ അവനാലായാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ അവകാശം തെളിയും. ഞാൻ ആ വാക്യം പറയാം, നാളെ വായിക്കാം. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാം. അപ്പൊ പുത്രൻ ആദ്യജാതനായ ഇത് നിവർത്തിക്കപ്പെട്ടത് സങ്കീർത്തനം 2 നിവർത്തിക്കപ്പെട്ടത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 33-ാം വാക്യപ്രകാരം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലാണ് നിവർത്തിക്കപ്പെട്ടത്. ആ ഉയർപ്പിനാലാണ്, പുനരുദ്ധാനത്താലാണ് നാം മക്കളായത്. അപ്പം നമ്മെ പുത്രന്മാരാക്കാൻ, ഹൂയോസാക്കാൻ അവൻ മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുന്നു. ആ വളർച്ച നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ രാജ്യത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നവരായി മാറും. നിങ്ങളുടെ വിഷയമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത്. നിങ്ങളുടെ വിഷയങ്ങളാണ് നിങ്ങളുടെ ദൈവവചനത്തിന് മുമ്പിൽ ഇരുത്തിയത്. നിങ്ങളുടെ വിഷയങ്ങളാണ് നിങ്ങളെ സഭയിൽ എത്തിച്ചത്. പക്ഷേ ആ വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ദൈവത്തിലിരുന്നപ്പോൾ ദൈവം നിങ്ങളുടെ നടുവിൽ അവനെക്കുറിച്ചുള്ള വെളിപ്പാട് തുറന്ന് നിങ്ങൾ അവനിൽ ഉറയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ അവനിൽ വളരാൻ തുടങ്ങി. അവൻ്റെ ശുശ്രൂഷ കണ്ടു. ഇപ്പോൾ അവൻ ശുശ്രൂഷിക്കുകയാണ് കേട്ടോ. ആൾക്കാർ ഇപ്പോഴും ഈ പ്രാകാരത്തിൽ നിന്ന് പോന്നിട്ടില്ല. കുഴപ്പതാണ്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നത് ഇപ്പോഴും അവർ പോന്നിട്ടില്ല അവിടെ നിന്ന്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ഇപ്പോഴും പോന്നിട്ടില്ല ആൾക്കാർ. നിങ്ങളെ പുരോഹിതനാക്കുന്നത്, നിങ്ങളെ അവനെ പോലെ ആക്കുന്ന പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൃപാസനത്തിലാണ്. അത് പൗലോസ് വെളിപ്പെടുത്തുക. എബ്രായർ 6, 7, 8, 9, 10 അധ്യായങ്ങൾ നിരന്തരം വായിക്കണം കേട്ടോ. മനസ്സിലായില്ലെങ്കിലും വായിക്കണം കേട്ടോ. സമയമെടുത്ത് വായിക്കണം കേട്ടോ. രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ വായിക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആരും മിണ്ടുന്നില്ല, വേണ്ട വായിക്കണ്ട, വായിക്കണം. ഞാൻ വേറൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്നെ വിളിക്കണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ എങ്ങനെ ആക്കാമല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ സത്യങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവനെ പോലെയാകും. നിങ്ങൾ അവനെ പോലെയാകും. യേശു നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. ആകിയാൽ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുമടയ്ക്കാം. 2025 എന്ന ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറി അതിൻ്റെ പൂർണ്ണതയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന വർഷമായി മാറും. നിങ്ങൾ കാണും മഹത്വം നിങ്ങളുടെ ശരീരത്തെ തൊടുന്ന് നിങ്ങൾ കാണും. മഹത്വം നിങ്ങളുടെ കണ്ണുകൾ തൊടുന്ന് നിങ്ങൾ കാണും. നിങ്ങൾ കാണാൻ തുടങ്ങും. എന്നോട് ഇന്നലെയും ആൾക്കാർ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ദൈവാത്മാവിൻ്റെ കരം ചലിക്കുന്നത് കാണാൻ തുടങ്ങുന്നു. വ്യത്യസ്തമായ വരങ്ങൾ ദൈവാത്മാവ് തുറക്കുന്നു. ദൈവശക്തി ദൈവം തുറക്കുന്നു. ദൈവത്തിൻ്റെ സമയമാണ്. ദൈവത്തിനൊരു സൈന്യത്തെ ഉപയോഗിക്കാനായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച്. ഞാനൊരു വാക്ക് നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ഈ സംഗമത്തിനായി സ്തോത്രം. ദൈവിക മഹാപുരോഹിതനായി, രാജകീയ പുരോഹിതനായി, ദൈവിക മഹാപുരോഹിതനായി, എന്നേക്കുമുള്ള പുരോഹിതനായി, ആണയുടെ വചനത്താൽ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ പുരോഹിതനായ അങ്ങ് ഇപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്നത് ഞങ്ങളെ അങ്ങയെപ്പോലെ ആക്കാനാണല്ലോ. എന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്ന അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ എന്നെ പ്രാർത്ഥിച്ച് കൈമാറുന്നു. 2025 എന്ന ഈ വർഷത്തിലേക്ക് അങ്ങയുടെ മക്കൾ പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങൾ കണ്ടമാന ഭാരങ്ങൾ അനുഭവിച്ചു.
വേദനകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു. അവൻ്റെ എല്ലാം നടുവിൽ അങ്ങ് വിശ്വസ്തനായി കൂടെ ഇരുന്നു. ഇനി ഞങ്ങൾക്കത് പറഞ്ഞാൽ പറ്റുകയില്ല. ഈ വർഷത്തിൽ കർത്താവേ, അങ്ങിവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളവനെന്ന് മാത്രമല്ല, അതിവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വർഷമായി മാറട്ടെ. മുമ്പിൽ കർത്താവ് അവരെ വളർത്തുന്നതിനായി സ്തോത്രം. ആ വളർച്ചയ്ക്കനുസരിച്ച് അവകാശങ്ങളും അധികാരങ്ങളും തുറക്കുന്നതിനായി സ്തോത്രം. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ അത്യുന്നതനായ ദൈവത്തിലേക്ക് കരമുയർത്തി, ഉടമ്പടിയുടെ ദൈവത്തിലേക്ക്, ഉടമ്പടിയുടെ അടയാളമായി അടിയന്റെ കരങ്ങൾ ഉയർത്തി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ പൂർണ്ണമായ വളർച്ചയിലേക്ക് എത്തട്ടെ. ഇവർ രാജ്യങ്ങൾ അവകാശമാക്കട്ടെ, പട്ടണങ്ങൾ കൈവശമാക്കട്ടെ. ഇവിടെ ഏതെങ്കിലും ചില വിഷയങ്ങൾക്കുള്ള പരിഹാരം മാത്രം. ഇവരെല്ലാം ശുശ്രൂഷകരായി മാറട്ടെ. ഇവരെല്ലാം ദൈവിക ബന്ധങ്ങളുള്ളവരായി മാറട്ടെ. ദൈവിക കൈമാറ്റങ്ങൾ അനുഭവിക്കുന്നവരായി മാറട്ടെ. ഇവരെ കുടുംബങ്ങളെല്ലാം സൂപ്പർ നാച്ചുറൽ റിലങ്ങൾ തുറന്നു വരട്ടെ. ദൈവം ഇവരെ രാജ്യങ്ങളിലേക്ക് അയക്കണമേ. ഓ റബാന, എവിടെയാണോ അങ്ങക്ക് ഇവരെ ആവശ്യം അവിടേക്ക് അങ്ങ് ഇവരെ അയക്കണമേ കർത്താവ്. രാജ്യങ്ങളുടെ വാതിലുകൾ അങ്ങ് ഇവർക്കായി തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളിനകത്തുള്ള എല്ലാ സ്പിരിച്വൽ ഡെത്തുകളെയും ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എവിടെയാണോ ജീവൻ തുറക്കുന്നവർ അവിടെ ആത്മീക മരണങ്ങൾ വഴിമാറുമല്ലോ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിരിക്കുന്നവരുണ്ട്. അവരുടെ കുടുംബങ്ങളുടെ മറ്റെല്ലാവരും ഞങ്ങൾ ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അവരെ വാദിച്ചും തർക്കിച്ചും ഉപദേശിച്ചും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളപ്പുറമായി അങ്ങയുടെ സാന്നിധ്യം കർത്താവെ മരണത്തെ ജീവനാക്കുന്നതാണല്ലോ. അത് ഈ കുടുംബങ്ങളുടെ മേൽ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാവശ്യങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ ജയം നൽകിയ കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഷലോം.